അധ്യായം 4 അൻ-നിസാ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 176. ശീർഷകത്തിന്റെ അർത്ഥം സ്ത്രീകൾ എന്നാണ്. ഇതിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും വിശകലനം ചെയ്യുന്നു. ഹിജ്റ 3-ാം വർഷ അവസാനം മുതൽ 5-ാം കൊല്ലം ആദ്യം വരെയുള്ള വ്യത്യസ്ത കാലങ്ങളിൽ അവതീർണമായവയാണ് ഇതിലെ സൂക്തങ്ങൾ. ഇസ്ലാമിക സമൂഹത്തെ സംസ്കരിച്ച് വളർത്തി ഉയർത്തിക്കൊണ്ടുവരാനുള്ള നിയമനിർദ്ദേശങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നു. ഒരു ഉത്തമ സമൂഹത്തിന്റെ നിർമ്മിതിക്ക് ആവശ്യമായ മൂല്യവ്യവസ്ഥ സമർപ്പിക്കുന്നു. അതോടൊപ്പം ശത്രുക്കൾക്കെതിരെ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ വിശദീകരിക്കുകയും ധീരവും ക്ഷമാപൂർവവുമായ നിലപാട് സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജനങ്ങളെ, നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുക. ഒരൊറ്റ സത്തയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെ സൃഷ്ടിച്ചു. അവ രണ്ടിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അവൻ വ്യാപിപ്പിച്ചു. ഏതൊരു അള്ളാഹുവിന്റെ പേരിലാണോ നിങ്ങൾ അന്യോന്യം അവകാശങ്ങൾ ചോദിക്കുന്നത്, അവനെ സൂക്ഷിക്കുക. കുടുംബ ബന്ധങ്ങളെയും. തീർച്ചയായും അള്ളാഹു നിങ്ങളെ സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അനാഥകളുടെ സ്വത്ത് നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുക. നല്ല സമ്പത്തിനെ ചീത്തയാക്കി മാറ്റരുത്. അവരുടെ സ്വത്തും നിങ്ങളുടെ സ്വത്തും കൂട്ടിക്കലർത്തി തിന്നരുത്. സംശയം വേണ്ട, കൊടും പാപമാണത്. അനാഥകളുടെ കാര്യത്തിൽ നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ആശങ്കിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്ത്രീകളിൽ നിന്ന് 2, 3, 4 പേരെ വിവാഹം ചെയ്യുക. എന്നാൽ അവർക്കിടയിൽ നീതി പാലിക്കാനാവില്ലെന്ന് ആശങ്കിക്കുന്നുവെങ്കിൽ ഒരൊറ്റ സ്ത്രീയെ മാത്രമേ വിവാഹം ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ അധീനതയിലുള്ളവരെ ഭാര്യമാരാക്കുക. നിങ്ങൾ പരിധി ലംഘിക്കുന്നവരാവാതിരിക്കാൻ അതാണ് ഏറ്റവും നല്ലത്. സ്ത്രീകൾക്ക് അവരുടെ മഹർ തികഞ്ഞ തൃപ്തിയോടെ നൽകുക. അതിൽ നിന്നെന്തെങ്കിലും അവർ നല്ല മനസ്സോടെ വിട്ടുതരികയാണെങ്കിൽ നിങ്ങളത് സന്തോഷത്തോടെ സുഖമായി തിന്നുകൊള്ളുക. അള്ളാഹു നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായി നിശ്ചയിച്ച സമ്പത്ത് കാര്യവിചാരമില്ലാത്തവർക്ക് നിങ്ങൾ കൈവിട്ടുകൊടുക്കരുത്. എന്നാൽ അതിൽ നിന്ന് അവർക്ക് നിങ്ങൾ ഉണ്ണാനും ഉടുക്കാനും കൊടുക്കുക. അവരോട് നല്ല വാക്ക് പറയുകയും ചെയ്യുക. വിവാഹപ്രായമാകും വരെ അനാഥകളെ അവർ പക്വത പ്രാപിച്ചോ എന്ന് നിങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവർ കാര്യപ്രാപ്തി കൈവരിച്ചതായി കണ്ടാൽ അവരുടെ സ്വത്ത് അവർക്ക് വിട്ടുകൊടുക്കുക. അവർ വളർന്നു വലുതാവുകയാണല്ലോ എന്ന് കരുതി അവരുടെ ധനം ധൂർത്തടിച്ച് ധൃതിയിൽ തിന്നു തീർക്കരുത്. സ്വത്ത് കൈകാര്യം ചെയ്യുന്നവൻ സമ്പന്നനാണെങ്കിൽ അനാഥകളുടെ സ്വത്തിൽ നിന്ന് ഒന്നും എടുക്കാതെ മാന്യത കാണിക്കണം. ദരിദ്രനാണെങ്കിൽ ന്യായമായതെടുത്ത് ആഹരിക്കാവുന്നതാണ്. സ്വത്ത് അവരെ തിരിച്ചേൽപ്പിക്കുമ്പോൾ നിങ്ങൾ അതിന് സാക്ഷി നിർത്തണം. കണക്കു നോക്കാൻ അള്ളാഹു തന്നെ മതി. മാതാപിതാക്കളും ഉറ്റബന്ധുക്കളും വിട്ടേച്ചുപോയ സ്വത്തിൽ പുരുഷന്മാർക്ക് വിഹിതമുണ്ട്. മാതാപിതാക്കളും ഉറ്റബന്ധുക്കളും വിട്ടേച്ചുപോയ സ്വത്തിൽ സ്ത്രീകൾക്കും വിഹിതമുണ്ട്. സ്വത്ത് കുറവായാലും കൂടുതലായാലും ശരി, ഈ വിഹിതം അള്ളാഹു നിശ്ചയിച്ചതാണ്. ഓഹരി വയ്ക്കുമ്പോൾ ബന്ധുക്കളും അനാഥരും ദരിദ്രരും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്കും എന്തെങ്കിലും കൊടുക്കുക. അവരോട് നല്ല വാക്ക് പറയുകയും ചെയ്യുക. തങ്ങൾക്ക് പിറകെ ദുർബലരായ മക്കളെ വിട്ടേച്ചു പോകുന്നവർ അവരെ ഓർത്ത് ആശങ്കിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ കാര്യത്തിലും അവർ ആശങ്കയുള്ളവരാകട്ടെ. അങ്ങനെ അവർ അള്ളാഹുവെ സൂക്ഷിക്കുകയും നല്ല വാക്ക് പറയുകയും ചെയ്യട്ടെ. അനാഥകളുടെ ധനം അന്യായമായി ആഹരിക്കുന്നവർ അവരുടെ വയറുകളിൽ തിന്നു നിറയ്ക്കുന്നത് തീയാണ്. സംശയം വേണ്ട, അവർ നരകത്തീയിൽ കത്തിയിരിയും. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു. പുരുഷന് 2 സ്ത്രീയുടെ വിഹിതത്തിന് തുല്യമായതുണ്ട്. അഥവാ
രണ്ടിലേറെ പെൺമക്കൾ മാത്രമാണുള്ളതെങ്കിൽ മരിച്ചയാൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ 2/3 ഭാഗമാണ് അവർക്കുണ്ടാവുക. ഒരു മകൾ മാത്രമാണെങ്കിൽ അവൾക്ക് പാതി ലഭിക്കും. മരിച്ചയാൾക്ക് മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും അയാൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ 1/6 വീതമാണ് ഉണ്ടാവുക. അഥവാ അയാൾക്ക് മക്കളില്ലാതെ മാതാപിതാക്കൾ അനന്തരാവകാശികളാവുകയാണെങ്കിൽ മാതാവിന് 1/3 ഉണ്ടായിരിക്കും. അയാൾക്ക് സഹോദരങ്ങളുണ്ടെങ്കിൽ മാതാവിന് 1/6 ഉണ്ടാവുക. ഇതെല്ലാം മരണമടഞ്ഞയാളുടെ വസിയത്തും കടവും കഴിച്ചുള്ളവയുടെ കാര്യത്തിലാണ്. മാതാപിതാക്കളാണോ മക്കളാണോ നിങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കുക എന്ന് നിങ്ങൾക്കറിയില്ല. ഈ ഓഹരി നിർണയം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനും തികഞ്ഞ യുക്തിമാനുമത്രേ. നിങ്ങളുടെ ഭാര്യമാർ മക്കളില്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ അവർ വിട്ടേച്ചു പോയ സ്വത്തിന്റെ പാതി നിങ്ങൾക്കുള്ളതാണ്. അഥവാ അവർക്ക് മക്കളുണ്ടെങ്കിൽ അവർ വിട്ടേച്ചു പോയതിന്റെ 4/1 നിങ്ങൾക്കുണ്ടാവുക. ഇത് അവർ ചെയ്യുന്ന വസിയത്തും കടവും കഴിച്ചുള്ളതിൽ നിന്നാണ്. നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ നിങ്ങൾ വിട്ടേച്ചു പോകുന്ന സ്വത്തിന്റെ 4/1 ഭാര്യമാർക്കുള്ളതാണ്. അഥവാ നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടേച്ചു പോയതിന്റെ 8/1 അവർക്കുണ്ടാവുക. നിങ്ങൾ നൽകുന്ന വസിയത്തും കടവും കഴിച്ച ശേഷമാണിത്. അനന്തരമെടുക്കപ്പെടുന്ന പുരുഷനോ സ്ത്രീക്കോ പിതാവും മക്കളും പിതാക്കളൊത്ത സഹോദരങ്ങളും ഇല്ലാതിരിക്കുകയും മാതാവൊത്ത സഹോദരനോ സഹോദരിയോ ഉണ്ടാവുകയുമാണെങ്കിൽ അവരിൽ ഓരോരുത്തർക്കും 1/6 വീതം ലഭിക്കുന്നതാണ്. അഥവാ അവർ 1 കൂടുതൽ പേരുണ്ടെങ്കിൽ 3/1 അവർ സമാവകാശികളായിരിക്കും. ദ്രോഹകരമല്ലാത്ത വസിയത്തോ കടമോ ഉണ്ടെങ്കിൽ അവ കഴിച്ചാണിത്. ഇതൊക്കെയും അള്ളാഹുവിൽ നിന്നുള്ള ഉപദേശമാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനും ഏറെ ക്ഷമിക്കുന്നവനുമത്രേ. ഇവയെല്ലാം അള്ളാഹു നിശ്ചയിച്ച നിയമപരിധികളാണ്. അള്ളാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവനെ അള്ളാഹു താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. അതുതന്നെയാണ് അതിമഹത്തായ വിജയം. എന്നാൽ അള്ളാഹുവേയും അവന്റെ ദൂതനെയും ധിക്കരിക്കുകയും അവന്റെ പരിധികൾ ലംഘിക്കുകയും ചെയ്യുന്നവനെ അള്ളാഹു നരകത്തീയിലേക്കാണ് തള്ളിവിടുക. അവനതിൽ സ്ഥിരവാസിയായിരിക്കും. വളരെ നിന്ദ്യമായ ശിക്ഷയാണ് അവനുണ്ടാവുക. നിങ്ങളുടെ സ്ത്രീകളിൽ അവിഹിത വൃത്തിയിൽ ഏർപ്പെട്ടവർക്കെതിരെ നിങ്ങളിൽ നിന്ന് 4 പേരെ സാക്ഷികളായി കൊണ്ടുവരിക. അവർ സാക്ഷ്യം വഹിച്ചാൽ ആ സ്ത്രീകളെ വീടുകളിൽ തടഞ്ഞു വെക്കുക. അവരെ മരണം പിടികൂടുകയോ അള്ളാഹു അവർക്ക് എന്തെങ്കിലും വഴി തുറന്നു കൊടുക്കുകയോ ചെയ്യും വരെ. നിങ്ങളിൽ നിന്ന് ഈ ഹീനവൃത്തിയിൽ ഏർപ്പെടുന്ന ഇരുവരെയും നിങ്ങൾ പീഡിപ്പിക്കുക. അവരിരുവരും പശ്ചാത്തപിക്കുകയും സ്വയം നന്നാവുകയും ചെയ്താൽ നിങ്ങൾ അവരെ വെറുതെ വിട്ടേക്കുക. അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ദയാപരനുമാകുന്നു. അറിയുക, അറിവില്ലായ്മ കാരണം തെറ്റ് ചെയ്യുകയും ഒട്ടും വൈകാതെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് പശ്ചാത്താപം. അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും മരണമടുക്കുമ്പോൾ ഞാനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്കുള്ളതല്ല പശ്ചാത്താപം. സത്യനിഷേധികളായി മരണമടയുന്നവർക്കുള്ളതുമല്ല. അവർക്ക് നാം ഒരുക്കിവെച്ചത് വേദനയേറിയ ശിക്ഷയാണ്. വിശ്വസിച്ചവരെ, സ്ത്രീകളെ ബലപ്രയോഗത്തിലൂടെ അനന്തരമെടുക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല. നിങ്ങൾ അവർക്ക് നൽകിയ വിവാഹ മൂല്യത്തിൽ നിന്ന് ഒരു ഭാഗം തട്ടിയെടുക്കാനായി നിങ്ങൾ അവരെ പീഡിപ്പിക്കരുത്. അവർ പ്രകടമായ ദുർനടപ്പിൽ ഏർപ്പെട്ടാലല്ലാതെ അവരോട് മാന്യമായി സഹവസിക്കുക. അഥവാ നിങ്ങൾ അവരെ വെറുക്കുന്നുവെങ്കിൽ അറിയുക, നിങ്ങൾ വെറുക്കുന്ന പലതിലും അള്ളാഹു ധാരാളം നന്മ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ
ആദ്യ ഭാര്യയ്ക്ക് സമ്പത്തിന്റെ ഒരു കൂമ്പാരം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഒന്നും തന്നെ തിരിച്ചു വാങ്ങരുത്. കള്ളം കെട്ടിച്ചമച്ചും പ്രകടമായ തെറ്റ് ചെയ്തും നിങ്ങൾ അത് തിരിച്ചെടുക്കുകയോ? നിങ്ങൾ എങ്ങനെ അവളിൽ നിന്നത് തിരിച്ചു വാങ്ങും? നിങ്ങൾ പരസ്പരം ലയിച്ചു ചേർന്ന് ജീവിക്കുകയും നിങ്ങളിൽ നിന്ന് അവർ കരുത്തുറ്റ കരാർ വാങ്ങുകയും ചെയ്തിരിക്കെ, നിങ്ങളുടെ പിതാക്കൾ വിവാഹം ചെയ്തിരുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്, മുമ്പ് നടന്നു കഴിഞ്ഞതല്ലാതെ. തീർച്ചയായും അത് മ്ലേച്ഛമാണ്, വെറുക്കപ്പെട്ടതും ദുർമാർഗവുമാണ്. നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, പിതൃ സഹോദരിമാർ, മാതൃ സഹോദരിമാർ, സഹോദര പുത്രിമാർ, സഹോദരീ പുത്രിമാർ, നിങ്ങളെ മുലയൂട്ടിയവർ, മുലകുടി ബന്ധത്തിലെ സഹോദരിമാർ, നിങ്ങളുടെ ഭാര്യ മാതാക്കൾ എന്നിവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട നിങ്ങളുടെ ഭാര്യമാരുടെ, നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തുപുത്രിമാരെയും നിങ്ങൾക്ക് വിലക്കിയിരിക്കുന്നു. അഥവാ നിങ്ങൾ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കതിൽ തെറ്റില്ല. നിങ്ങളുടെ ബീജത്തിൽ ജനിച്ച പുത്രന്മാരുടെ ഭാര്യമാരെയും നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. 2 സഹോദരിമാരെ ഒരുമിച്ച് ഭാര്യമാരാക്കുന്നതും വിലക്കപ്പെട്ടതു തന്നെ, നേരത്തെ സംഭവിച്ചതൊഴികെ. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാകുന്നു. ഭർതൃമതികളായ സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. എന്നാൽ നിങ്ങളുടെ അധീനതയിലുള്ളവർ ഇതിൽ നിന്നൊഴിവാണ്. ഇതെല്ലാം നിങ്ങൾക്കുള്ള ദൈവിക നിയമമാണ്. ഇവരല്ലാത്ത സ്ത്രീകളെയെല്ലാം മഹർ നൽകി നിങ്ങൾക്ക് കല്യാണം കഴിക്കാവുന്നതാണ്. നിങ്ങൾ വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവരാകണം, അവിഹിത വീഴ്ച കാക്ഷിക്കുന്നവരാകരുത്. അങ്ങനെ അവരുമായി ദാമ്പത്യ സുഖം ആസ്വദിച്ചാൽ നിർബന്ധമായും നിങ്ങൾ അവർക്ക് മഹർ നൽകണം. മഹർ തീരുമാനിച്ച ശേഷം നിങ്ങൾ പരസ്പര സമ്മതത്തോടെ വല്ല വിട്ടുവീഴ്ചയും ചെയ്യുന്നുവെങ്കിൽ അതിൽ തെറ്റില്ല. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും വിശ്വാസിനികളായ സ്വതന്ത്ര സ്ത്രീകളെ വിവാഹം കഴിക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങളുടെ അധീനതയിലുള്ള വിശ്വാസിനികളായ സ്ത്രീകളെ വിവാഹം ചെയ്യാം. നിങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് നന്നായി അറിയുക അല്ലാഹുവിനാണ്. നിങ്ങൾ ഒരേ വർഗത്തിൽപ്പെട്ടവരാണല്ലോ. അതിനാൽ അവരെ അവരുടെ രക്ഷിതാക്കളുടെ അനുവാദത്തോടെ നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളുക. അവർക്ക് ന്യായമായ മഹർ നൽകണം. അവർ ചാരിത്രവതികളും ദുർവൃത്തിയിൽ ഏർപ്പെടാത്തവരും രഹസ്യ വീഴ്ചക്കാരെ സ്വീകരിക്കാത്തവരുമായിരിക്കണം. അങ്ങനെ അവർ ദാമ്പത്യവരുതിയിൽ വന്ന ശേഷം അവർ ദുർവൃത്തിയിൽ ഏർപ്പെടുകയാണെങ്കിൽ സ്വതന്ത്ര സ്ത്രീകളുടെ പാതി ശിക്ഷയാണ് അവർക്കുണ്ടാവുക. വിവാഹം കഴിച്ചില്ലെങ്കിൽ തെറ്റ് സംഭവിച്ചേക്കുമെന്ന് ഭയമുള്ളവർക്ക് വേണ്ടിയാണിത്. എന്നാൽ ക്ഷമയവലംബിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ നിയമങ്ങൾ വിവരിച്ചു തരാനും മുൻഗാമികളുടെ മഹിതചര്യകൾ കാണിച്ചു തരാനും നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനും അല്ലാഹു ഉദ്ദേശിക്കുന്നു. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. എന്നാൽ താന്തോന്നികളായി കഴിയുന്നവരാഗ്രഹിക്കുന്നത് നിങ്ങൾ നേർവഴിയിൽ നിന്ന് ബഹുദൂരം അകന്നു പോകണമെന്നാണ്. അല്ലാഹു നിങ്ങളുടെ ഭാരം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. ഏറെ ദുർബലനായാണല്ലോ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളുടെ ധനം അന്യോന്യം അന്യായമായി നേടിയെടുത്ത് തിന്നരുത്. പരസ്പരം പൊരുത്തത്തോടെ നടത്തുന്ന കച്ചവടത്തിലൂടെയല്ലാതെ നിങ്ങൾ നിങ്ങളെ തന്നെ കശാപ്പ് ചെയ്യരുത്. അല്ലാഹു നിങ്ങളോട് ഏറെ കരുണയുള്ളവനാണ് തീർച്ച. അക്രമമായും അന്യായമായും അങ്ങനെ ചെയ്യുന്നവരെ നാം നരകത്തീയിലിട്ട് കരിക്കുക തന്നെ ചെയ്യും. അത് അല്ലാഹുവിന് ഏറെ എളുപ്പമാകുന്നു. നിങ്ങളോട് വിലക്കിയ വൻ പാപങ്ങൾ നിങ്ങൾ വർജിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചെറിയ തെറ്റുകൾ നാം
മായ്ച്ചു കളയും. മാന്യമായ ഇടങ്ങളിൽ നിങ്ങളെ നാം പ്രവേശിപ്പിക്കും. അള്ളാഹു നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ ചില അനുഗ്രഹങ്ങൾ കൂടുതലായി നൽകിയിട്ടുണ്ട്. നിങ്ങൾ അത് കൊതിക്കാതിരിക്കുക. പുരുഷന്മാർക്ക് അവർ സമ്പാദിച്ചതിനനുസരിച്ച വിഹിതമുണ്ട്, സ്ത്രീകൾക്ക് അവർ സമ്പാദിച്ചതിനൊത്ത വിഹിതവും. നിങ്ങൾ അള്ളാഹുവോട് അവന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. മാതാപിതാക്കളും ഉറ്റബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിനൊക്കെയും നാം അവകാശികളെ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉടമ്പടി ബന്ധം സ്ഥാപിച്ചവർക്ക് അവരുടെ വിഹിതം നൽകുക. സംശയമില്ല, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണ്. പുരുഷന്മാർ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ്. അള്ളാഹു മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറ്റുള്ളവരെക്കാൾ കഴിവ് കൊടുത്തതിനാലും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിക്കുന്നതിനാലുമാണിത്. അതിനാൽ സച്ചരിതരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരാണ്. പുരുഷന്മാരുടെ അഭാവത്തിൽ അള്ളാഹു സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടതെല്ലാം കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. എന്നാൽ ഏതെങ്കിലും സ്ത്രീ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്നുവെങ്കിൽ അവരെ ഗുണദോഷിക്കുക. ഇടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അടിക്കുകയും ചെയ്യുക. അങ്ങനെ അവർ നിങ്ങളെ അനുസരിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ അവർക്കെതിരായ നടപടികളൊന്നും എടുക്കരുത്. അത്യുന്നതനും മഹാനുമാണ് അള്ളാഹു. തീർച്ച ദമ്പതികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അവന്റെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെ നിയോഗിക്കുക. അവളുടെ ആൾക്കാരിൽ നിന്നൊരാളെയും. ഇരുവരും യോജിപ്പാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നതാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞനുമാണല്ലോ. നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക. അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. മാതാപിതാക്കളോട് നന്നായി വർത്തിക്കുക. ബന്ധുക്കൾ, അനാഥകൾ, അഗതികൾ, കുടുംബക്കാരായ അയൽക്കാർ, അന്യരായ അയൽക്കാർ, സഹവാസികൾ, വഴിപോക്കർ, നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളവർ എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കുക. പൊങ്ങച്ചവും ദുരഹങ്കാരവുമുള്ള ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. പിശുക്കു കാട്ടുകയും പിശുക്ക് കാട്ടാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരാണവർ. അള്ളാഹു തന്റെ ഔദാര്യത്താൽ നൽകിയ അനുഗ്രഹങ്ങൾ മറച്ചു പിടിക്കുന്നവരും. നന്ദി കെട്ടവർക്ക് നിന്ദ്യമായ ശിക്ഷയാണ് നാം ഒരുക്കി വച്ചിരിക്കുന്നത്. ആളുകളെ കാണിക്കാനായി ധനം ചെലവഴിക്കുന്നവരാണവർ. അള്ളാഹുവിലോ അന്ത്യദിനത്തിലോ വിശ്വസിക്കാത്തവരും. പിശാച് ആരുടെയെങ്കിലും കൂട്ടാളിയാണെങ്കിൽ അവൻ എത്ര ചീത്ത കൂട്ടുകാരൻ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്താൽ അവർക്ക് എന്ത് ദോഷമാണുള്ളത്? അള്ളാഹു അവരെപ്പറ്റി നന്നായി അറിയുന്നവനാണ്. അള്ളാഹു ആരോടും അണുവോളം അനീതി കാണിക്കുകയില്ല. എന്നല്ല, നന്മയാണുള്ളതെങ്കിൽ അതവൻ ഇരട്ടിയാക്കി കൊടുക്കും. തന്നിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യും. ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം കൊണ്ടുവരും. ഇക്കൂട്ടർക്കെതിരെ സാക്ഷിയായി നിന്നെയും കൊണ്ടുവരും. എന്തായിരിക്കും അപ്പോഴത്തെ അവസ്ഥ? സത്യത്തെ നിഷേധിക്കുകയും ദൈവദൂതനെ ധിക്കരിക്കുകയും ചെയ്തവർ അന്ന് കൊതിച്ചു പോകും. തങ്ങളെ അടിയിലാക്കി ഭൂമിയൊന്ന് നിരപ്പായെങ്കിൽ എത്ര നന്നായേനെ. ഒരു വിവരവും അള്ളാഹുവിൽ നിന്ന് മറച്ചുവെക്കാൻ അവർക്കാവില്ല. വിശ്വസിച്ചവരെ, നിങ്ങൾ ലഹരിബാധിതരായി നമസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ പറയുന്നത് എന്തെന്ന് നിങ്ങൾക്ക് നല്ല ബോധമുണ്ടാകും വരെ. ജനാപത്തുകാരനെങ്കിൽ കുളിച്ച് ശുദ്ധി വരുത്തുന്നതുവരെയും, വഴിയാത്രക്കാരാണെങ്കിലല്ലാതെ. അഥവാ നിങ്ങൾ രോഗികളാവുകയോ യാത്രയിലാവുകയോ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ വിസർജനം കഴിഞ്ഞു വന്നു, അതുമല്ലെങ്കിൽ സ്ത്രീകളുമായി സംസർഗം നടത്തി, എന്നിട്ട് വെള്ളം കിട്ടിയതുമില്ല, എങ്കിൽ ശുദ്ധിയുള്ള മണ്ണ് ഉപയോഗിക്കുക. അതുകൊണ്ട്
നിങ്ങളുടെ മുഖവും കൈകളും തടവുക. തീർച്ചയായും അല്ലാഹു ഏറെ മാപ്പേകുന്നവനും പൊറുക്കുന്നവനുമാണ്. വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം കിട്ടിയവരെ നീ കാണുന്നില്ലേ? അവർ വഴികേട് വിലയ്ക്ക് വാങ്ങുന്നു. നിങ്ങൾ വഴിതെറ്റിപ്പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എതിരാളികളെ പറ്റി നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ്. രക്ഷകനായി നിങ്ങൾക്ക് അല്ലാഹു മതി, തുണയായും അല്ലാഹു തന്നെ മതി. ആ എതിരാളികൾ ജൂതന്മാരിൽപ്പെട്ടവരാണ്. അവർ ദൈവവാക്യങ്ങളെ സന്ദർഭത്തിൽ നിന്നടർത്തിയെടുത്ത് ഉപയോഗിക്കുന്നു. തങ്ങളുടെ നാവ് കോട്ടിയും സത്യമതത്തെ കടന്നാക്രമിച്ചും സമിഅന വ അസൈന എന്നും ഇസ്മഅ ഗൈറ മുസ്മഅ എന്നും റാഇന എന്നും അവർ പറയുന്നു. സമിഅന വ അതഅന എന്നും ഇസ്മഅ എന്നും ഉൻദുർന എന്നുമാണ് അവർ പറഞ്ഞിരുന്നതെങ്കിൽ അവർക്ക് ഏറ്റവും ശരിയും നല്ലതും അതായിരുന്നു. പക്ഷേ അവരുടെ സത്യനിഷേധം കാരണമായി അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. അതിനാൽ അവരിൽ ചിലരല്ലാതെ വിശ്വസിക്കുന്നില്ല. വേദക്കാരെ, നിങ്ങളുടെ വശമുള്ള വേദത്തെ ശരിവെച്ചുകൊണ്ട് നാം ഇറക്കിയ ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക. നാം ചില മുഖങ്ങളെ വികൃതമാക്കി പിറകോട്ട് തിരിക്കുകയോ സാപത്തുകാരെ ശപിച്ച പോലെ ശപിക്കുകയോ ചെയ്യും മുമ്പേ നിങ്ങൾ വിശ്വസിക്കുവിൻ. അല്ലാഹുവിന്റെ വിധി നടപ്പിലാവുക തന്നെ ചെയ്യും. അല്ലാഹു തന്നിൽ പങ്കു ചേർക്കുന്നത് പൊറുക്കില്ല. അതല്ലാത്ത പാപങ്ങളൊക്കെയും അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുക്കും. അല്ലാഹുവിന് പങ്കാളികളെ സങ്കല്പിക്കുന്നവൻ കൊടിയ കുറ്റമാണ് ചമച്ചുണ്ടാക്കുന്നത് തീർച്ച. വിശുദ്ധരെന്ന് സ്വയം അവകാശപ്പെടുന്നവരെ നീ കണ്ടില്ലേ? എന്നാൽ അല്ലാഹു അവൻ ഇച്ഛിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നു. അവരോട് ഒട്ടും അനീതി കാണിക്കുകയില്ല. അവർ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ. പ്രകടമായ പാപമായിട്ട് അതുതന്നെ മതി. വേദവിജ്ഞാനത്തിൽ നിന്നൊരു വിഹിതം ലഭിച്ചവരെ നീ കണ്ടില്ലേ? അവർ ഗൂഢവിദ്യകളിലും പൈശാചിക ശക്തികളിലും വിശ്വസിക്കുന്നു. ഇവർ സത്യവിശ്വാസികളെക്കാൾ നേർവഴിയിലാണെന്ന് സത്യനിഷേധികളെ സംബന്ധിച്ച് പറയുകയും ചെയ്യുന്നു. അറിയുക, അല്ലാഹു ശപിച്ചവരാണവർ. അല്ലാഹു ശപിച്ചവനെ സഹായിക്കുന്ന ആരെയും നിനക്ക് കണ്ടെത്താനാവില്ല. അതല്ല, അവർക്ക് അധികാരത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ അവരൊന്നും ജനങ്ങൾക്ക് നൽകുമായിരുന്നില്ല. അതല്ല, അല്ലാഹു തന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയതിന്റെ പേരിൽ അവർ ജനങ്ങളോട് അസൂയപ്പെടുകയാണോ? എന്നാൽ ഇബ്രാഹിം കുടുംബത്തിന് നാം വേദവും തത്വജ്ഞാനവും നൽകിയിട്ടുണ്ട്. അവർക്ക് നാം അതിമഹത്തായ ആധിപത്യവും നൽകി. അവരിൽ ആ സന്ദേശത്തിൽ വിശ്വസിച്ചവരുണ്ട്, അതിൽ നിന്ന് പിന്തിരിഞ്ഞവരുമുണ്ട്. അവർക്ക് കത്തിക്കാളും നരകത്തീ തന്നെ മതി. നമ്മുടെ പ്രമാണങ്ങളെ തള്ളിക്കളഞ്ഞവരെ നാം നരകത്തീയിലെറിയും തീർച്ച. അവരുടെ തൊലി വെന്തുരുകും തോറും അവർക്ക് പുതിയ തൊലി നാം മാറ്റിക്കൊടുത്തുകൊണ്ടിരിക്കും. തുടർന്നും അവർ നമ്മുടെ ശിക്ഷ അനുഭവിക്കാൻ സംശയമില്ല. അല്ലാഹു പ്രതാപിയും യുക്തിമാനും തന്നെ. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ നാം താഴ്ഭാഗത്തൂടെ നദികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. അവർക്കവിടെ പരിശുദ്ധരായ ഇണകളുണ്ട്. അവരെ നാം ഇടതിങ്ങിയ പച്ചില തണലിൽ പ്രവേശിപ്പിക്കും. അല്ലാഹു നിങ്ങളോടിതാ കൽപ്പിക്കുന്നു, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കൾ അവയുടെ അവകാശികളെ തിരിച്ചേൽപ്പിക്കുക. ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ നീതിപൂർവം വിധി നടത്തുക. എത്ര നല്ല ഉപദേശമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. വിശ്വസിച്ചവരെ, അല്ലാഹുവെ അനുസരിക്കുക. ദൈവദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ അത് അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും മടക്കുക.
നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. മെച്ചപ്പെട്ട ഫലത്തിനും ഇതാണ് ഉത്തമം. നിനക്ക് ഇറക്കിത്തന്നതിലും നിനക്ക് മുമ്പ് ഇറക്കി കിട്ടിയതിലും തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ബാധിക്കുന്നവരെ നീ കണ്ടില്ലേ? അള്ളാഹുവിൻ്റെതല്ലാത്ത വിധികൾ നൽകുന്നവരുടെ അടുത്തേക്ക് തീർപ്പ് തേടിപ്പോകാനാണ് അവരുദ്ദേശിക്കുന്നത്. സത്യത്തിൽ അവരെ തള്ളിക്കളയാനാണ് ഇവരോട് കൽപ്പിച്ചിരിക്കുന്നത്. പിശാച് അവരെ നേർവഴിയിൽ നിന്ന് തെറ്റിച്ച് സത്യത്തിൽ നിന്ന് ഏറെ ദൂരെയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു ഇറക്കിത്തന്നതിലേക്കും അവന്റെ ദൂതനിലേക്കും വരികയെന്ന് പറഞ്ഞാൽ ആ കപട വിശ്വാസികൾ നിന്നിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നത് നിനക്ക് കാണാം. അപ്പോൾ സ്വന്തം കരങ്ങൾ വരുത്തിവെച്ച വിനകൾ അവരെ ബാധിക്കുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അപ്പോഴവർ നിന്റെ അടുത്തു വന്ന് അള്ളാഹുവിന്റെ പേരിൽ ആണയിട്ട് പറയും, ഞങ്ങൾ നന്മയും അനുരഞ്ജനവുമല്ലാതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ അവരുടെ മനസ്സുകളിലുള്ളത് അള്ളാഹു അറിയുന്നുണ്ട്. അതിനാൽ അവരെ വിട്ടേക്കുക, അവർക്ക് സതുപദേശം നൽകുക, അവരോട് ഉള്ളിൽ തട്ടുന്ന വാക്ക് പറയുകയും ചെയ്യുക. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. അവർ തങ്ങളോട് തന്നെ അതിക്രമം കാണിച്ചുകൊണ്ട് നിന്റെ അടുത്തു വന്നു. എന്നിട്ടവർ അള്ളാഹുവോട് മാപ്പിരുന്നു. പ്രവാചകൻ അവർക്കായി പാപമോചനം തേടുകയും ചെയ്തു. എങ്കിൽ അള്ളാഹുവെ അവർക്ക് ഏറെ മാപ്പരുളുന്നവനും കരുണാമയനുമായി കാണാമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. നിന്റെ നാഥൻ തന്നെ സത്യം. അവർക്കിടയിലെ തർക്കങ്ങളിൽ നിന്നെ അവർ വിധികർത്താവാക്കുകയും നീ നൽകുന്ന വിധി തീർപ്പിൽ അവരൊട്ടും അലോസരം അനുഭവിക്കാതിരിക്കുകയും അതിനെ പൂർണ്ണ സമ്മതത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവർ സത്യവിശ്വാസികളാവുകയില്ല. തീർച്ച അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ അർപ്പിക്കണമെന്നോ വീട് വിട്ടു പോകണമെന്നോ നാം ആജ്ഞാപിച്ചിരുന്നുവെങ്കിൽ അവരിൽ ചുരുക്കം ചിലരൊഴികെ ആരും അത് നടപ്പാക്കുമായിരുന്നില്ല. എന്നാൽ ഉപദേശിച്ചതനുസരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഏറെ ഗുണകരമായേനെ, കൂടുതൽ സ്ഥൈര്യം നൽകുകയും ചെയ്യുമായിരുന്നു. അതോടൊപ്പം നാം അവർക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള അതിമഹത്തായ പ്രതിഫലം നൽകുമായിരുന്നു. നാം അവരെ നേർവഴിയിൽ നയിക്കുകയും ചെയ്യുമായിരുന്നു. അള്ളാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവർ, അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, സത്യസന്ധർ, രക്തസാക്ഷികൾ, സച്ചരിതർ എന്നിവരോടൊപ്പമായിരിക്കും. അവരെത്ര നല്ല കൂട്ടുകാർ! അള്ളാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹം തന്നെയാണത്. എല്ലാം അറിയുന്നവനായി അള്ളാഹു തന്നെ മതി. വിശ്വസിച്ചവരെ, നിങ്ങൾ ജാഗ്രത പാലിക്കുക. അങ്ങനെ നിങ്ങൾ ചെറുസംഘങ്ങളായോ ഒന്നിച്ച് ഒറ്റ സംഘമായോ യുദ്ധത്തിന് പുറപ്പെടുക. എന്നാൽ അറച്ചു നിൽക്കുന്ന ചിലരും നിങ്ങളിലുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വല്ല വിപത്തും വന്നുപെട്ടാൽ അവൻ പറയും, അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനും അവരോടൊപ്പം ഉണ്ടാകുമായിരുന്നല്ലോ. എന്നാൽ നിങ്ങൾക്ക് അള്ളാഹുവിങ്കൽ നിന്ന് വല്ല അനുഗ്രഹവും കിട്ടിയാലോ അവനും നിങ്ങളും തമ്മിൽ ഒട്ടും സ്നേഹമുണ്ടായിട്ടില്ലാത്ത പോലെ അവൻ പറയും, ഞാനും അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വലിയ നേട്ടം കിട്ടിയേനെ. പരലോകത്തിന് വേണ്ടി ഈ ലോക ജീവിതത്തെ വിറ്റവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടി വധിക്കപ്പെട്ടവനും വിജയം വരിച്ചവനും നാം അതിമഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നില്ല? മർദ്ദിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയും അവരോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഞങ്ങളുടെ നാഥ, മർദ്ദകരായ ജനം വിലസുന്ന ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ. നിന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് നീ ഒരു രക്ഷകനെ നിശ്ചയിച്ചു തരണമേ. നിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഒരു സഹായിയെ നൽകണമേ.
സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. സത്യനിഷേധികൾ കള്ളദൈവങ്ങളുടെ മാർഗത്തിലാണ് യുദ്ധം ചെയ്യുന്നത്. അതിനാൽ നിങ്ങൾ പിശാചിന്റെ കൂട്ടാളികളോട് പടവെട്ടുക. പിശാചിന്റെ തന്ത്രം നന്നേ ദുർബലം തന്നെ, തീർച്ച. നിങ്ങൾ നിങ്ങളുടെ കൈകളെ നിയന്ത്രിച്ചു നിർത്തുക. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക. സകാത്ത് നൽകുകയും ചെയ്യുക എന്ന കൽപ്പന ലഭിച്ചവരെ നീ കണ്ടില്ലേ? പിന്നെ അവർക്ക് യുദ്ധം നിർബന്ധമാക്കിയപ്പോൾ അവരിൽ ഒരു വിഭാഗം ജനങ്ങളെ പേടിക്കുന്നു. അള്ളാഹുവെ പേടിക്കും പോലെയോ അതിനേക്കാൾ കൂടുതലോ ആയി അവരിങ്ങനെ ആവലാതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങളുടെ നാഥ, നീ എന്തിനാണ് ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത്? അടുത്ത ഒരവധി വരെയെങ്കിലും ഞങ്ങൾക്ക് അവസരം തന്നുകൂടായിരുന്നു. അവരോട് പറയുക, ഐഹിക ജീവിത വിഭവം നന്നേ നിസ്സാരമാണ്. അള്ളാഹുവെ സൂക്ഷിക്കുന്നവർക്ക് പരലോകമാണ് കൂടുതൽ ഉത്തമം. അവിടെ നിങ്ങളോട് തീരെ അനീതി ഉണ്ടാവുകയില്ല. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടും. നിങ്ങൾ ഭദ്രമായി കെട്ടിപ്പൊക്കിയ കോട്ടകൾക്കകത്തായാലും വല്ല നന്മയും വന്നു കിട്ടിയാൽ അവർ പറയും, ഇത് ദൈവത്തിങ്കൽ നിന്നുള്ളതാണ്. വല്ല വിപത്തും ബാധിച്ചാൽ അവർ പറയും, നീയാണിതിന് കാരണക്കാരൻ. പറയുക, എല്ലാം അള്ളാഹുവിങ്കൽ നിന്നു തന്നെ. ഈ ജനതയ്ക്കെന്തു പറ്റി? ഇവരൊരു കാര്യവും മനസ്സിലാക്കുന്നില്ലല്ലോ. നിനക്ക് വന്നെത്തുന്ന നന്മയൊക്കെയും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. നിന്നെ ബാധിക്കുന്ന വിപത്തുകളെല്ലാം നിന്നിൽ നിന്നുള്ളതും. ജനങ്ങൾക്കുള്ള ദൂതനായാണ് നിന്നെ നാം അയച്ചത്. അതിന് സാക്ഷിയായി അള്ളാഹു മതി. പ്രവാചകനെ അനുസരിക്കുന്നവൻ ഫലത്തിൽ അള്ളാഹുവെയാണ് അനുസരിക്കുന്നത്. ആരെങ്കിലും പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ സാരമാക്കേണ്ടതില്ല. നിന്നെ നാം അവരുടെ മേൽനോട്ടക്കാരനായിട്ടൊന്നുമല്ലല്ലോ നിയോഗിച്ചത്. തങ്ങൾ അനുസരണമുള്ളവരാണെന്ന് അവർ പറയും. എന്നാൽ നിന്റെ അടുത്തു നിന്ന് പോയാൽ അവരിൽ ചിലർ തങ്ങൾ പറയുന്നതിന് വിരുദ്ധമായി രാത്രിയിൽ ഒത്തുകൂടി നിനക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. രാത്രിയിലെ അവരുടെ ഈ ചെയ്തികളൊക്കെയും അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അതിനാൽ നീ അവരെ അവഗണിക്കുക. എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഭരമേൽപ്പിക്കാൻ അള്ളാഹു തന്നെ മതി. അവർ ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ലേ? അള്ളാഹു അല്ലാത്ത ആരിൽ നിന്നെങ്കിലുമായിരുന്നെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു. സമാധാനത്തിന്റെയോ ഭയത്തിന്റെയോ വല്ല വാർത്തയും വന്നു കിട്ടിയാൽ അവരത് കൊട്ടിഘോഷിക്കും. മറിച്ച് അവരത് ദേവദൂതനും അവരിലെ തന്നെ ഉത്തരവാദപ്പെട്ടവർക്കും എത്തിച്ചിരുന്നെങ്കിൽ ഉറപ്പായും അവരിലെ നിരീക്ഷണ പാഠവുമുള്ളവർ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെല്ലാവരും പിശാചിന്റെ പിറകെ പോകുമായിരുന്നു, ഏതാനും ചിലരൊഴികെ. അതിനാൽ നീ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യുക. നിന്റെ സ്വന്തം കാര്യത്തിലല്ലാതെ ആരുടെ മേലും നിനക്കൊരു ബാധ്യതയുമില്ല. സത്യവിശ്വാസികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക. സത്യനിഷേധികളുടെ കടന്നാക്രമണ കഴിവിനെ അള്ളാഹു തടഞ്ഞു നിർത്തിയേക്കാം. അള്ളാഹു ഏറെ ആക്രമണശേഷിയുള്ളവനാണ്, കൊടിയ ശിക്ഷ കൊടുക്കുന്നവനും. നന്മ ശുപാർശ ചെയ്യുന്നവന് അതിലൊരു പങ്ക് ലഭിക്കും. തിന്മ ശുപാർശ ചെയ്യുന്നവന് അതിലൊരു വിഹിതവുമുണ്ടാകും. അള്ളാഹു എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നവനത്രേ. നിങ്ങളെ ആരെങ്കിലും അഭിവാദ്യം ചെയ്താൽ നിങ്ങൾ അതിലും നന്നായി പ്രത്യഭിവാദ്യം ചെയ്യുക. അല്ലെങ്കിൽ അവിധമെങ്കിലും തിരിച്ചു നൽകുക. അള്ളാഹു എല്ലാ കാര്യങ്ങളുടെയും കണക്ക് കൃത്യമായി നോക്കുന്നവനാണ്. അള്ളാഹു അല്ലാതെ ദൈവമില്ല. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവൻ നിങ്ങളെ ഒരുമിച്ചു കൂട്ടും. അതിലൊട്ടും സംശയമില്ല. അള്ളാഹുവേക്കാൾ വസ്തുനിഷ്ഠമായി വിവരം തരുന്ന ആരുണ്ട്? കപടവിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് രണ്ടു തട്ടുകളിലായി?
അവർ സമ്പാദിച്ച തിന്മ കാരണം അള്ളാഹു അവരെ കറക്കിയിട്ടിരിക്കുകയാണ്. അള്ളാഹു ദുർമാർഗത്തിലാക്കിയവനെ നേർവഴിയിലാക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? എന്നാൽ അള്ളാഹു വഴികേടിലാക്കിയവനെ നേർവഴിയിലാക്കാൻ ഒരു വഴിയും നിനക്ക് കണ്ടെത്താനാവില്ല. അവർ അവിശ്വസിച്ച പോലെ നിങ്ങളും അവിശ്വസിച്ച് എല്ലാവരും ഒരുപോലെയാകണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതിനാൽ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നാടുവിട്ടുവരും വരെ അവരിൽ നിന്നാരെയും നിങ്ങൾ കൈകാര്യകർത്താക്കളാക്കരുത്. അവരതിന് വിസമ്മതിക്കുകയാണെങ്കിൽ അവരെ കണ്ടയിടത്ത് വെച്ച് പിടികൂടുകയും വധിക്കുകയും ചെയ്യുക. അവരിൽ നിന്നാരെയും നിങ്ങൾ കൈകാര്യകർത്താവോ സഹായിയോ ആക്കരുത്. എന്നാൽ നിങ്ങളുമായി സഖ്യത്തിലുള്ള ജനതയോടൊപ്പം ചേരുന്ന കപടവിശ്വാസികൾ ഇതിൽ നിന്നൊഴിവാണ്. നിങ്ങളോട് യുദ്ധം ചെയ്യാനോ സ്വന്തം ജനത്തോട് ഏറ്റുമുട്ടാനോ കഴിയാതെ മനക്ലേശത്തോടെ നിങ്ങളെ സമീപിക്കുന്നവരും അവരിൽ പെടുകയില്ല. അള്ളാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവൻ നിങ്ങൾക്കെതിരിൽ അവർക്ക് കരുത്ത് നൽകുകയും അങ്ങനെ അവർ നിങ്ങളോട് യുദ്ധത്തിലേർപ്പെടുകയും ചെയ്യുമായിരുന്നു. അവർ നിങ്ങളോട് യുദ്ധത്തിലേർപ്പെടാതെ മാറി നിൽക്കുകയും നിങ്ങളുടെ മുന്നിൽ സമാധാനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കെതിരെ ഒരു നടപടിക്കും അള്ളാഹു നിങ്ങൾക്ക് അനുമതി നൽകുന്നില്ല. വേറൊരു വിഭാഗം കപടവിശ്വാസികളെ നിങ്ങൾക്ക് കാണാം. അവർ നിങ്ങളിൽ നിന്നും സ്വന്തം ജനതയിൽ നിന്നും സുരക്ഷിതരായി കഴിയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കുഴപ്പത്തിനവസരം കിട്ടുമ്പോഴൊക്കെ അതിലേക്ക് അവർ തലകുത്തി മറിയുന്നു. അതിനാൽ നിങ്ങൾക്കെതിരെ തിരിയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും നിങ്ങൾക്ക് മുന്നിൽ സമാധാനം സമർപ്പിക്കുകയും തങ്ങളുടെ കൈകൾ അടക്കി വെക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ കണ്ടയിടത്ത് വെച്ച് പിടികൂടി കൊന്നുകളയുക. അവർക്കെതിരെ നിങ്ങൾക്ക് നാം വ്യക്തമായ ന്യായം നൽകിയിരിക്കുന്നു. ഒരു വിശ്വാസിയും മറ്റൊരു വിശ്വാസിയെ വധിക്കാവതല്ല, അബദ്ധത്തിൽ സംഭവിക്കുന്നതൊഴികെ. ആരെങ്കിലും അബദ്ധത്തിൽ ഒരു വിശ്വാസിയെ വധിച്ചാൽ പ്രായശ്ചിത്തമായി വിശ്വാസിയായ ഒരടിമയെ മോചിപ്പിക്കുകയും കൊല്ലപ്പെട്ടവന്റെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുകയും വേണം. അവർ ഔദാര്യത്തോടെ വിട്ടുവീഴ്ച ചെയ്താൽ ഒഴികെ. വധിക്കപ്പെട്ട സത്യവിശ്വാസി നിങ്ങളുടെ ശത്രു സമൂഹത്തിൽപ്പെട്ടവനാണെങ്കിൽ വിശ്വാസിയായ ഒരടിമയെ മോചിപ്പിക്കുക. എന്നാൽ കൊല്ലപ്പെട്ടവൻ നിങ്ങളുമായി സഖ്യത്തിലുള്ളവരിൽപ്പെട്ടവനാണെങ്കിൽ അയാളുടെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുകയും വിശ്വാസിയായ ഒരടിമയെ മോചിപ്പിക്കുകയും വേണം. ആർക്കെങ്കിലും അതിന് സാധ്യമല്ലെങ്കിൽ അവൻ തുടർച്ചയായി 2 മാസം നോമ്പനുഷ്ഠിക്കേണ്ടതാണ്. അള്ളാഹു നിശ്ചയിച്ച പ്രായശ്ചിത്തമാണിത്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. എന്നാൽ ബോധപൂർവം ഒരു വിശ്വാസിയെ കൊന്നവനുള്ള പ്രതിഫലം നരകമാണ്. അവൻ അവിടെ സ്ഥിരവാസിയായിരിക്കും. അള്ളാഹുവിന്റെ കോപവും ശാപവും അവനിൽ പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊടിയ ശിക്ഷയാണ് അള്ളാഹു അവനായി ഒരുക്കി വച്ചിരിക്കുന്നത്. വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനിറങ്ങിയാൽ ശത്രുക്കളെയും മിത്രങ്ങളെയും വേർതിരിച്ചറിയണം. ആരെങ്കിലും നിങ്ങൾക്ക് സലാം ചൊല്ലിയാൽ ഐഹിക നേട്ടം ആഗ്രഹിച്ച് നീ വിശ്വാസിയല്ലെന്ന് അയാളോട് പറയരുത്. അള്ളാഹുവിങ്കിൽ യുദ്ധമുതലുകൾ ധാരാളമുണ്ട്. നേരത്തെ നിങ്ങളും അവരിപ്പോഴുള്ള അതേ അവസ്ഥയിലായിരുന്നല്ലോ. പിന്നെ അള്ളാഹു നിങ്ങളോട് ഔദാര്യം കാണിച്ചു. അതിനാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. ന്യായമായ കാരണമില്ലാതെ വീട്ടിലിരിക്കുന്ന വിശ്വാസികളും തങ്ങളുടെ സമ്പത്തും ശരീരവും ഉപയോഗിച്ച് ദൈവമാർഗത്തിൽ സമരം ചെയ്യുന്നവരും ഒരുപോലെയല്ല. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരെ അള്ളാഹു വെറുതെ ഇരിക്കുന്നവരെക്കാൾ ഏറെ ഉയർന്ന പദവിയിലാക്കിയിരിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു മെച്ചപ്പെട്ട പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ അള്ളാഹു പോരാളികൾക്ക് മഹത്തായ പ്രതിഫലത്താൽ വെറുതെ ഇരിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അള്ളാഹുവിങ്കൽ നിന്നുള്ള ഉന്നത പദവികളും പാപമോചനവും എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്കുണ്ട്.
മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങൾ ഏതവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്? അവർ പറയും, ഭൂമിയിൽ ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. മലക്കുകൾ ചോദിക്കും, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? നിങ്ങൾക്ക് നാടുവിട്ടെവിടെയെങ്കിലും രക്ഷപ്പെടാമായിരുന്നില്ലേ? അവരുടെ താവളം നരകമാണ്. അതെത്ര ചീത്ത സങ്കേതം! എന്നാൽ യഥാർത്ഥത്തിൽ തന്നെ എന്തെങ്കിലും തന്ത്രമോ രക്ഷാമാർഗമോ കണ്ടെത്താനാവാതെ അടിച്ചമർത്തപ്പെട്ടവരായി കഴിയുന്ന പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഇതിൽ നിന്നൊഴിവാണ്. അത്തരക്കാർക്ക് അള്ളാഹു മാപ്പേകിയേക്കാം. അള്ളാഹു ഏറെ മാപ്പേകുന്നവനും പൊറുക്കുന്നവനുമാണല്ലോ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നാടുവെടിയുന്നവന് ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനങ്ങളും വിശാലമായ ജീവിത സൗകര്യങ്ങളും കണ്ടെത്താം. വീട് വെടിഞ്ഞ് അള്ളാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും അഭയം തേടി പുറപ്പെട്ടവൻ വഴിയിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ ഉറപ്പായും അവന് അള്ളാഹുവിങ്കൽ പ്രതിഫലമുണ്ട്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ സത്യനിഷേധികൾ നിങ്ങളെ അപകടപ്പെടുത്തുമെന്ന് ഭയപ്പെടുന്നുവെങ്കിൽ നമസ്കാരം ചുരുക്കി നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. സത്യനിഷേധികൾ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കൾ തന്നെ, തീർച്ച. നീ അവർക്കിടയിലുണ്ടാവുകയും അവർക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകുകയുമാണെങ്കിൽ അവരിൽ ഒരു കൂട്ടർ നിന്നോടൊപ്പം നിൽക്കട്ടെ. അവർ തങ്ങളുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ. അവർ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ പിറകോട്ട് മാറി നിൽക്കുകയും നമസ്കരിച്ചിട്ടില്ലാത്ത വിഭാഗം വന്ന് നിന്റെ കൂടെ നമസ്കരിക്കുകയും വേണം. അവരും ജാഗ്രത പുലർത്തുകയും ആയുധമണിയുകയും ചെയ്യട്ടെ. നിങ്ങൾ ആയുധങ്ങളുടെയും സാധന സാമഗ്രികളുടെയും കാര്യത്തിൽ അല്പം അശ്രദ്ധരായാൽ നിങ്ങളുടെ മേൽ ചാടി വീണ് ഒരൊറ്റ ആഞ്ഞടി നടത്താൻ തക്കം പാർത്തിരിക്കുകയാണ് സത്യനിഷേധികൾ. മഴ കാരണം ക്ലേശമുണ്ടാവുകയോ രോഗികളാവുകയോ ചെയ്താൽ ആയുധം താഴെ വെക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അപ്പോഴും നിങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം. സംശയമില്ല, അള്ളാഹു സത്യനിഷേധികൾക്ക് നിന്ദ്യമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവെ ഓർത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ നിർഭയാവസ്ഥയിലായാൽ നമസ്കാരം തികവോടെ നിർവഹിക്കുക. നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയബന്ധിതമായി നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. ശത്രുജനതയെ തേടിപ്പിടിക്കുന്നതിൽ നിങ്ങൾ ഭീരുത്വം കാണിക്കരുത്. നിങ്ങൾ വേദന അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ വേദന അനുഭവിക്കുന്ന പോലെ അവരും വേദന അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് പ്രതീക്ഷിക്കാനില്ലാത്തത് അള്ളാഹുവിങ്കൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. നാം നിനക്ക് സത്യസന്ദേശവുമായി ഈ വേദപുസ്തകം ഇറക്കി തന്നിരിക്കുന്നു. അള്ളാഹു കാണിച്ചു തന്നതനുസരിച്ച് ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടിയാണിത്. നീ വഞ്ചകർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത്. അള്ളാഹുവോട് പാപമോചനം തേടുക. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനും തന്നെ, തീർച്ച. ആത്മവഞ്ചന നടത്തുന്നവർക്ക് വേണ്ടി നീ വാദിക്കരുത്. കൊടും വഞ്ചകനും പെരും പാപിയുമായ ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നു, എന്നാൽ അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ അവർക്കാവില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത സംസാരത്തിലൂടെ രാത്രിയിൽ അവർ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ അവരോടൊപ്പമുണ്ട്. അവർ ചെയ്യുന്നതൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. ഐഹിക ജീവിതത്തിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ നിങ്ങളുണ്ട്. എന്നാൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അവർക്ക് വേണ്ടി അള്ളാഹുവോട് തർക്കിക്കാൻ ആരാണുണ്ടാവുക? ആരാണ് അവിടെ അവരുടെ വക്കാലത്ത് ഏറ്റെടുക്കുക? തെറ്റ് ചെയ്യുകയോ തന്നോട് തന്നെ അക്രമം കാണിക്കുകയോ ചെയ്ത ശേഷം അള്ളാഹുവോട് പാപമോചനം തേടുന്നവൻ ഏറെ പൊറുക്കുന്നവനും ദയാപരനുമായി അള്ളാഹുവെ കണ്ടെത്തുന്നതാണ്. എന്നാൽ തെറ്റുകൾ ഒരു കൂട്ടിവെക്കുന്നവൻ
സ്വന്തം നാശത്തിനിടവരുത്തുന്ന സംഗതികളാണ് ശേഖരിച്ചു വെക്കുന്നത്. അല്ലാഹു സർവജ്ഞനും യുക്തിജ്ഞനുമാകുന്നു. ആരെങ്കിലും വല്ല തെറ്റോ കുറ്റമോ ചെയ്ത ശേഷം അത് നിരപരാധിയുടെ പേരിൽ ചാർത്തുന്നുവെങ്കിൽ ഉറപ്പായും കടുത്ത കള്ളാരോപണവും പ്രകടമായ പാപവുമാണവൻ പേറുന്നത്. നിന്റെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ അവരിൽ ഒരു വിഭാഗം നിന്നെ വഴിതെറ്റിക്കാൻ തുനിഞ്ഞിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അവർ ആരെയും വഴിപിഴപ്പിക്കുന്നില്ല, തങ്ങളെ തന്നെയല്ലാതെ. നിനക്കൊരു ദ്രോഹവും വരുത്താൻ അവർക്കാവില്ല. അള്ളാഹു നിനക്ക് വേദപുസ്തകവും യുക്തിജ്ഞാനവും ഇറക്കിത്തന്നു. നിനക്കറിയാത്തത് നിന്നെ പഠിപ്പിക്കുകയും ചെയ്തു. അള്ളാഹു നിനക്കേകിയ അനുഗ്രഹം അതിമഹത്തരം തന്നെ. അവരുടെ ഗൂഢാലോചനകളിലേറെയും ഒരു നന്മയുമില്ലാത്തവയാണ്. എന്നാൽ ദാനധർമ്മത്തിനും സൽക്കാര്യത്തിനും ജനങ്ങൾക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കാനും കൽപ്പിക്കുന്നവരുടേത് ഇതിൽ പെടുകയില്ല. ആരെങ്കിലും ദൈവപ്രീതി പ്രതീക്ഷിച്ച് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നാം അവന് അളവറ്റ പ്രതിഫലം നൽകും. നേർമാർഗം വ്യക്തമായ ശേഷം ദൈവദൂതനെ എതിർക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത പാത പിന്തുടരുകയും ചെയ്യുന്നവനെ നാം അവൻ പ്രവേശിച്ച വഴിയിലൂടെ തന്നെ തിരിച്ചുവിടും. അവസാനം നരകത്തീയിലേക്ക് തള്ളുകയും ചെയ്യും. അതെത്ര ചീത്ത താവളം! തന്നിൽ ആരെയും പങ്കുചേർക്കുന്നത് അള്ളാഹു പൊറുക്കുകയില്ല. അതൊഴിച്ചുള്ളവയൊക്കെ താൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ പൊറത്തു കൊടുക്കും. അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവൻ വഴികേടിൽ ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുന്നു. അവർ അള്ളാഹുവെ വിട്ട് ചില ദേവതകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സത്യത്തിൽ അവർ സഹായാർത്ഥന നടത്തുന്നത് ധിക്കാരിയായ പിശാചിനോടല്ലാതെ ആരോടുമല്ല. അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവൻ അള്ളാഹുവോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ ദാസന്മാരിൽ ഒരു വിഭാഗത്തെ ഞാൻ എന്റേതാക്കി മാറ്റും. അവരെ ഞാൻ വഴിപിഴപ്പിക്കും, വ്യാമോഹങ്ങൾ കടിപ്പെടുത്തും. ഞാൻ കൽപ്പിക്കുന്നതിനനുസരിച്ച് അവർ കാലുകളുടെ കാത് കീറിമുറിക്കും. അവർ അള്ളാഹുവിന്റെ സൃഷ്ടിയെ കോലം കെടുത്തും. അള്ളാഹുവെ വിട്ട് പിശാചിനെ രക്ഷകനാക്കുന്നവൻ പ്രകടമായ നഷ്ടത്തിലകപ്പെട്ടതു തന്നെ തീർച്ച. പിശാച് അവർക്ക് വാഗ്ദാനം നൽകുകയും അവരെ വ്യാമോഹിപ്പിക്കുകയും ചെയ്യും. പിശാച് അവർക്ക് നൽകുന്ന വാഗ്ദാനം കൊടും ചതിയല്ലാതൊന്നുമല്ല. അക്കൂട്ടരുടെ താവളം നരകമാണ്. അതിൽ നിന്നൊരു രക്ഷാമാർഗവും കണ്ടെത്താൻ അവർക്കാവില്ല. എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകുന്ന ആരാമങ്ങളിൽ നാം പ്രവേശിപ്പിക്കും. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. അള്ളാഹുവിന്റെ സത്യമായ വാഗ്ദാനമാണിത്. അള്ളാഹുവേക്കാൾ സത്യനിഷ്ഠമായി വാഗ്ദാനം നൽകുന്ന ആരുണ്ട്? കാര്യം നടക്കുന്നത് നിങ്ങളുടെ വ്യാമോഹങ്ങൾക്കനുസരിച്ചല്ല, വേദക്കാരുടെ വ്യാമോഹങ്ങൾക്കൊത്തുമല്ല. തിന്മ ചെയ്യുന്നതാരായാലും അതിന്റെ ഫലം അവന് ലഭിക്കും. അള്ളാഹുവെ കൂടാതെ ഒരു രക്ഷകനെയും സഹായിയെയും അവന് കണ്ടെത്താനാവില്ല. ആണായാലും പെണ്ണായാലും സത്യവിശ്വാസിയായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അവരോടൊട്ടും അനീതിയുണ്ടാവില്ല. സൽക്കർമ്മിയായി സ്വന്തത്തെ അള്ളാഹുവിന് സമർപ്പിക്കുകയും നേർമാർഗത്തിൽ ഉറച്ചുനിന്ന് ഇബ്രാഹീമിന്റെ പാത പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമമായ ജീവിത രീതി സ്വീകരിച്ച ആരുണ്ട്? ഇബ്രാഹീമിനെ അള്ളാഹു തന്റെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു. ആകാശഭൂമികളിലുള്ളതൊക്കെയും അള്ളാഹുവിൻ്റെതാണ്. എല്ലാ കാര്യങ്ങളെപ്പറ്റിയും സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. സ്ത്രീകളുടെ കാര്യത്തിൽ അവർ നിന്നോട് വിധി തേടുന്നു. പറയുക, അവരുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് വിധി നൽകുന്നു. ഈ ദൈവിക ഗ്രന്ഥത്തിൽ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന വിധികൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നിശ്ചയിക്കപ്പെട്ട അവകാശം നൽകാതെ നിങ്ങൾ അനാഥ സ്ത്രീകളെ
വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ചും ദുർബലരായ കുട്ടികളെക്കുറിച്ചുമുള്ള വിധിയും അനാഥകളോട് നിങ്ങൾ നീതിയോടെ വർത്തിക്കണമെന്ന കൽപ്പനയും അതുൾക്കൊള്ളുന്നു. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചെല്ലാം നന്നായി അറിയുന്നവനാണ് അല്ലാഹു. ഏതെങ്കിലും സ്ത്രീ തന്റെ ഭർത്താവിൽ നിന്ന് പിണക്കമോ അവഗണനയോ ഭയപ്പെട്ടാൽ അവരന്യോന്യം ഒത്തുതീർപ്പുണ്ടാക്കുന്നതിൽ കുറ്റമില്ല. എന്നല്ല, ഒത്തുതീർപ്പാണ് ഉത്തമം. മനുഷ്യ മനസ്സ് എപ്പോഴും സങ്കുചിതമായിരിക്കും. നിങ്ങൾ നല്ല നിലയിൽ കഴിയുകയും സൂക്ഷ്മത പുലർത്തുകയുമാണെങ്കിൽ ഓർക്കുക, അല്ലാഹു നിങ്ങൾ ചെയ്യുന്നവയൊക്കെയും സൂക്ഷ്മമായി അറിയുന്നവനാണ്. നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാനാവില്ല. അതിനാൽ നിങ്ങൾ ഒരു വഴിയിലേക്ക് പൂർണ്ണമായി ചാഞ്ഞ് മറ്റവളെ കെട്ടിയിടപ്പെട്ട നിലയിൽ കൈയൊഴിക്കരുത്. നിങ്ങൾ ഭാര്യമാരോട് നന്നായി വർത്തിക്കുക, സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക. എങ്കിൽ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. അഥവാ അവരിരുവരും വേർപിരിയുകയാണെങ്കിൽ അല്ലാഹു തന്റെ അതിരില്ലാത്ത അനുഗ്രഹത്താൽ ഇരുവരെയും സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുറ്റവരാക്കും. അല്ലാഹു ഏറെ വിശാലതയുള്ളവനും യുക്തിമാനുമാകുന്നു. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് നിങ്ങൾക്ക് മുമ്പേ വേദം നൽകപ്പെട്ടവരോടും നിങ്ങളോടും നാം ഉപദേശിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട. എന്തെന്നാൽ ആകാശഭൂമികളിലുള്ളതൊക്കെയും അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹു ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, സ്തുത്യർഹനും. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അല്ലാഹുവിൻ്റെതാണ്. കൈകാര്യകർത്താവായി അല്ലാഹു തന്നെ മതി. ജനങ്ങളെ, അല്ലാഹു ഇച്ഛിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ ഇല്ലാതാക്കും, പകരം മറ്റൊരു കൂട്ടരെ കൊണ്ടുവരും. അല്ലാഹു അതിനൊക്കെ കഴിവുറ്റവനാണ്. ഇഹലോകത്തിലെ പ്രതിഫലം ആഗ്രഹിക്കുന്നവർ ഓർക്കുക, ഇഹലോകത്തെ പ്രതിഫലവും പരലോകത്തെ പ്രതിഫലവും അല്ലാഹുവിന്റെ അടുക്കലാണ്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. വിശ്വസിച്ചവരെ, നിങ്ങൾ നീതി നടത്തി അല്ലാഹുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാവുക. അത് നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എതിരായിരുന്നാലും കക്ഷി ധനികനോ ദരിദ്രനോ എന്ന് നോക്കേണ്ടതില്ല. ഇരു കൂട്ടരോടും കൂടുതൽ അടുപ്പമുള്ളവൻ അല്ലാഹുവാണ്. അതിനാൽ നിങ്ങൾ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളുടെ പേരിൽ നീതി നടത്താതിരിക്കരുത്. വസ്തുതകൾ വളച്ചൊടിക്കുകയോ സത്യത്തിൽ നിന്ന് തെന്നിമാറുകയോ ചെയ്യുകയാണെങ്കിൽ അറിയുക, തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. വിശ്വസിച്ചവരെ, അല്ലാഹു അവന്റെ ദൂതൻ, തന്റെ ദൂതന് അവൻ അവതരിപ്പിച്ച വേദപുസ്തകം, അതിനു മുമ്പ് അവൻ അവതരിപ്പിച്ച വേദപുസ്തകം, എല്ലാറ്റിലും നിങ്ങൾ വിശ്വസിക്കുക. അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും വേദങ്ങളിലും ദൂതന്മാരിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവർ ഉറപ്പായും ദുർമാർഗത്തിൽ ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. വിശ്വസിക്കുക, പിന്നെ അവിശ്വസിക്കുക, വീണ്ടും വിശ്വസിക്കുക, പിന്നെയും അവിശ്വസിക്കുക, പിന്നെ അവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്തവർക്ക് അല്ലാഹു ഒരിക്കലും മാപ്പേകുകയില്ല, അവരെ അവൻ നേർവഴിയിലാക്കുകയുമില്ല. കപടവിശ്വാസികൾക്ക് നോവേറിയ ശിക്ഷയുണ്ടെന്ന് അവരെ സുവാർത്ത അറിയിക്കുക. സത്യവിശ്വാസികളെ വെടിഞ്ഞ് സത്യനിഷേധികളെ കൈകാര്യകർത്താക്കളായി സ്വീകരിക്കുന്നവരാണവർ. സത്യനിഷേധികളുടെ അടുത്തു ചെന്ന് അന്തസ്സ് നേടിയെടുക്കാമെന്ന് അവർ കരുതുന്നുവോ? എന്നാൽ അറിയുക, അന്തസ്സൊക്കെയും അല്ലാഹുവിന്റെ അധീനതയിലാണ്. അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്നതും നിന്ദിക്കുന്നതും നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർ മറ്റു വർത്തമാനങ്ങളിൽ ഏർപ്പെടും വരെ അവരോടൊപ്പം ഇരിക്കരുതെന്ന് ഈ ഗ്രന്ഥത്തിൽ നാം നിങ്ങളോട് നിർദ്ദേശിച്ചതാണല്ലോ. അങ്ങനെ ചെയ്താൽ നിങ്ങളും അവരെ പോലെയാകും. അല്ലാഹു
കപടവിശ്വാസികളെയും സത്യനിഷേധികളെയും ഒന്നാകെ നരകത്തിൽ ഒരു കൂട്ടുക തന്നെ ചെയ്യും, തീർച്ച. ആ കപടവിശ്വാസികൾ നിങ്ങളെ സദാ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വല്ല വിജയവും ഉണ്ടാവുകയാണെങ്കിൽ അവർ ചോദിക്കും, ഞങ്ങളും നിങ്ങളോടൊപ്പമായിരുന്നില്ലേ? അഥവാ സത്യനിഷേധികൾക്കാണ് നേട്ടമുണ്ടാകുന്നതെങ്കിൽ അവർ പറയും, നിങ്ങളെ ജയിച്ചടക്കാൻ ഞങ്ങൾക്ക് അവസരം കൈവന്നിരുന്നില്ലേ? എന്നിട്ടും വിശ്വാസികളിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചില്ലേ? എന്നാൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അള്ളാഹു നിങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും. വിശ്വാസികൾക്കെതിരിൽ സത്യനിഷേധികൾക്ക് അനുകൂലമായ ഒരു പഴുതും അള്ളാഹു ഒരിക്കലും ഉണ്ടാക്കുകയില്ല. തീർച്ചയായും ഈ കപടവിശ്വാസികൾ അള്ളാഹുവെ വഞ്ചിക്കാൻ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അവരെ സ്വയം വഞ്ചിതരാക്കുകയാണ്. അവർ നമസ്കാരത്തിന് നിൽക്കുന്നത് പോലും അലസന്മാരായാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടിയും. അവർ വളരെ കുറച്ചേ അള്ളാഹുവെ ഓർക്കുന്നുള്ളൂ. ഇവരോടോ അവരോടോ ചേരാതെ രണ്ടു കൂട്ടർക്കുമിടയിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണവർ. അള്ളാഹു ആര് വഴികേടിലാക്കിയോ അവന് വിജയമാർഗം കണ്ടെത്താൻ നിനക്കാവില്ല. വിശ്വസിച്ചവരെ, സത്യവിശ്വാസികളെ ഒഴിവാക്കി സത്യനിഷേധികളെ നിങ്ങൾ കൈകാര്യകർത്താക്കളാക്കരുത്. നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ അള്ളാഹുവിന് വ്യക്തമായ ന്യായമുണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? കപടവിശ്വാസികൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്, തീർച്ച. അവർക്ക് ഒരു സഹായിയെയും കണ്ടെത്താൻ നിനക്കാവില്ല. പശ്ചാത്തപിക്കുകയും സ്വന്തത്തെ സംസ്കരിക്കുകയും അള്ളാഹുവെ മുറുകെ പിടിക്കുകയും തങ്ങളുടെ സമർപ്പണം അള്ളാഹുവിന് മാത്രമാക്കുകയും ചെയ്തവരൊഴികെ അവർ സത്യവിശ്വാസികളോടൊപ്പമാണ്. തീർച്ചയായും അള്ളാഹു സത്യവിശ്വാസികൾക്ക് അതിമഹത്തായ പ്രതിഫലം നൽകും. നിങ്ങൾ നന്ദി കാണിക്കുകയും വിശ്വസിക്കുകയുമാണെങ്കിൽ പിന്നെ നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹുവിന് എന്തു കിട്ടാനാണ്? അള്ളാഹു അളവറ്റ നന്ദിയുള്ളവനാണ്, എല്ലാം നന്നായി അറിയുന്നവനും. ചീത്തവാക്ക് പരസ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല, അനീതിക്കിരയായവനൊഴികെ. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. നിങ്ങൾ പരസ്യമായും രഹസ്യമായും നന്മ ചെയ്യുകയും തെറ്റുകൾ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ അറിയുക, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, എല്ലാറ്റിനും കഴിവുറ്റവനും. അള്ളാഹുവേയും അവന്റെ ദൂതന്മാരെയും തള്ളിപ്പറയുന്നവരും അള്ളാഹുവിനും അവന്റെ ദൂതന്മാർക്കുമിടയിൽ വിവേചനം കൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരും ഞങ്ങൾ ചിലരെ വിശ്വസിക്കുകയും ചിലരെ നിഷേധിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നവരും വിശ്വാസത്തിനും നിഷേധത്തിനുമിടയിൽ മറ്റൊരു മാർഗം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നവരുമുണ്ടല്ലോ. അറിയുക, അവർ തന്നെയാണ് യഥാർത്ഥ സത്യനിഷേധികൾ. അത്തരം സത്യനിഷേധികൾക്ക് നാം നിന്ദ്യമായ ശിക്ഷ ഒരുക്കി വച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുകയും അവരിൽ ആർക്കിടയിലും ഒരുവിധ വിവേചനവും കാണിക്കാതിരിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു അതിനൊത്ത പ്രതിഫലം നൽകും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, പരമദയാലുവും. വേദക്കാർ നിന്നോട് ആവശ്യപ്പെടുന്നു, അവർക്ക് വാനലോകത്തു നിന്ന് നീയൊരു ഗ്രന്ഥം ഇറക്കിക്കൊടുക്കണമെന്ന്. ഇതിനേക്കാൾ ഗുരുതരമായ ആവശ്യം അവർ മൂസായോട് ഉന്നയിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, നീ ഞങ്ങൾക്ക് അള്ളാഹുവെ നേരിൽ കാണിച്ചു തരണം. അവരുടെ ഈ ധിക്കാരം കാരണം പെട്ടെന്നൊരു ഇടിനാദം അവരെ പിടികൂടി. പിന്നെ വ്യക്തമായ തെളിവുകൾ വന്നെത്തിയിട്ടും അവർ പശുക്കുട്ടിയെ ഉണ്ടാക്കി ദൈവമാക്കി. അതും നാം പുറത്തു കൊടുത്തു. തുടർന്ന് മൂസാക്കു നാം വ്യക്തമായ ന്യായപ്രമാണം നൽകുകയും ചെയ്തു. അവരോട് ഉറപ്പു വാങ്ങാനായി പർവ്വതത്തെ നാം അവർക്കു മീതെ ഉയർത്തിക്കാട്ടി. നഗര കവാടം കടക്കുന്നത് പ്രണാമമർപ്പിച്ചുകൊണ്ടാവണമെന്ന് നാം അവരോട് കൽപ്പിച്ചു. സാബത്ത് നാളിൽ അതിക്രമം കാട്ടരുതെന്നും അക്കാര്യത്തിൽ നാം അവരോട് സുദൃഢമായ കരാർ വാങ്ങുകയും ചെയ്തു. എന്നിട്ടും അവർ കരാർ ലംഘിച്ചു, ദൈവിക വചനങ്ങളെ ധിക്കരിച്ചു.
അന്യായമായി പ്രവാചകന്മാരെ കൊന്നു. തങ്ങളുടെ ഹൃദയങ്ങൾ മൂടിക്കുള്ളിൽ ഭദ്രമാണെന്ന് വീമ്പു അവരുടെ മനസ്സുകൾ അടച്ചുപൂട്ടി മുദ്രവെച്ചു. അതിനാൽ അവർ അവരുടെ സത്യനിഷേധം കാരണമായും മറിയമിന്റെ പേരിൽ ദൈവദൂതനായ മറിയമിന്റെ മകൻ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. കാര്യത്തിൽ ഭിന്ന അഭിപ്രായമുള്ളവർ അതേപ്പറ്റി സംശയത്തിൽ കേവലം അവർക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല. അവരദ്ദേഹത്തെ അള്ളാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തുകയാണ്. ഈസായുടെ മരണത്തിനു മുമ്പേ ഉയർത്തെഴുന്നേൽപ്പ് നാടിലോ ഉറപ്പായി ജൂതന്മാർക്ക് അനുവദിച്ചിരുന്ന പല നല്ല വസ്തുക്കളും കാരണമായും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒട്ടേറെ തടസ്സങ്ങൾ സൃഷ്ടിച്ചതിനാൽ വിരോധിക്കപ്പെട്ടതായിരുന്നിട്ടും അവരത് അനുഭവിച്ചു. അവർ അവിഹിതമായി ജനങ്ങളുടെ സ്വത്ത് കവർന്നെടുത്ത് ആഹരിച്ചു. അവരിലെ സത്യനിഷേധികൾക്കു നാം വേദനയേറിയ ശിക്ഷ ഒരുക്കി വച്ചിട്ടുണ്ട്. എന്നാൽ അവരിലെ അഗാധ ജ്ഞാനമുള്ളവരും സത്യവിശ്വാസികളും നിനക്ക് ഇറക്കിത്തന്നതിലും നിനക്ക് മുമ്പേ ഇറക്കിക്കൊടുത്തതിലും വിശ്വസിക്കുന്നു. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരാണവർ. സക്കാത്ത് നൽകുന്നവരും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരുമാണ്. അവർക്ക് നാം മഹത്തായ പ്രതിഫലം നൽകും. നോഹിനും തുടർന്നു വന്ന പ്രവാചകന്മാർക്കും നാം ബോധനം നൽകിയ പോലെ തന്നെ നിനക്കും നാം ബോധനം നൽകിയിരിക്കുന്നു. ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് സന്തതികൾ, ഈസ, അയ്യൂബ്, യൂനസ്, ഹാറൂൻ, സുലൈമാൻ എന്നിവർക്കും നാം ബോധനം നൽകിയിരിക്കുന്നു. ദാവൂദിന് സങ്കീർത്തനവും നൽകി. ഇതിനു മുമ്പ് നിനക്ക് നാം പറഞ്ഞു തന്നതും ഇനിയും നിന്നെ അറിയിച്ചിട്ടില്ലാത്തതുമായ മറ്റു ദൈവദൂതന്മാർക്കും നാം ബോധനം നൽകിയിട്ടുണ്ട്. മൂസായോട് അള്ളാഹു നേരിട്ട് തന്നെ സംസാരിച്ചു. ഇവരൊക്കെയും ശുഭവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായ ദൈവദൂതന്മാരായിരുന്നു. അവരുടെ നിയോഗശേഷം ജനങ്ങൾക്ക് അള്ളാഹുവിനെതിരെ ഒരു ന്യായവും പറയാനില്ലാതിരിക്കാനാണിത്. അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാണ്. അള്ളാഹു നിനക്ക് ഇറക്കിത്തന്നത് തന്റെ ജ്ഞാനത്തിൽ നിന്ന് തന്നെയാണെന്നതിന് അവൻ തന്നെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. മലക്കുകളും അതിന് സാക്ഷ്യം വഹിക്കുന്നു. സാക്ഷിയായി അള്ളാഹു തന്നെ ധാരാളമാണെങ്കിലും. സത്യത്തെ തള്ളിപ്പറയുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നവർ വഴികേടിൽ ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. സത്യത്തെ നിഷേധിക്കുകയും അക്രമം കാണിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു ഒരിക്കലും പൊറത്തു കൊടുക്കുകയില്ല. ഒരു മാർഗവും അവർക്ക് കാണിച്ചു കൊടുക്കുകയുമില്ല, നരകത്തിന്റെ മാർഗമല്ലാതെ. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. അള്ളാഹുവിന് അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ജനങ്ങളെ, നിങ്ങളുടെ നാഥങ്കിൽ നിന്നുള്ള സത്യസന്ദേശവുമായി ദൈവദൂതനിത നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. അതിനാൽ നിങ്ങൾ വിശ്വസിക്കുക. അതാണ് നിങ്ങൾക്കുത്തമം. അഥവാ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അറിയുക, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, യുക്തിമാനും. വേദക്കാരെ, നിങ്ങൾ നിങ്ങളുടെ മതക്കാര്യത്തിൽ അതിര് കവിയരുത്. അള്ളാഹുവിന്റെ പേരിൽ സത്യമല്ലാത്തതൊന്നും പറയരുത്. മറിയമിന്റെ മകൻ മസീഹ് ഈസ അള്ളാഹുവിന്റെ ദൂതനും
മറിയമിലേക്ക് അവൻ ഇട്ടുകൊടുത്ത തന്റെ വചനവും അവങ്കൽ നിന്നുള്ള ഒരാത്മാവും മാത്രമാണ്. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുക. ത്രിത്വം പറയരുത്. നിങ്ങളത് അവസാനിപ്പിക്കുക. അതാണ് നിങ്ങൾക്കുത്തമം. അള്ളാഹു ഏകനായ ദൈവം മാത്രമാണ്. തനിക്ക് ഒരു പുത്രനുണ്ടാവുക എന്നതിൽ നിന്ന് അവൻ എത്ര പരിശുദ്ധൻ. ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റേതാണ്. കൈകാര്യകർത്താവായി അള്ളാഹു തന്നെ മതി. അള്ളാഹുവിന്റെ അടിമയായിരിക്കുന്നതിൽ മസീഹ് ഒട്ടും വൈമനസ്യം കാണിച്ചിട്ടില്ല. ദിവ്യ സാമീപ്യം സിദ്ധിച്ച മലക്കുകളും അങ്ങനെ തന്നെ. അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ വൈമനസ്യം കാണിക്കുകയും അഹന്ത നടിക്കുകയും ചെയ്യുന്നവരെയൊക്കെ അവൻ തന്റെ അടുത്തേക്ക് ഒരുമിച്ച് കൂട്ടുന്നതാണ്. എന്നാൽ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരുടെ പ്രതിഫലം അവർക്ക് പൂർണ്ണമായി നൽകും. അതോടൊപ്പം അവന്റെ ഔദാര്യത്താൽ കൂടുതലായും കൊടുക്കും. എന്നാൽ അള്ളാഹുവിന് വഴിപ്പെടാൻ വിമുഖത കാണിക്കുകയും അഹന്ത നടിക്കുകയും ചെയ്തവർക്ക് അവൻ വേദനയേറിയ ശിക്ഷ നൽകും. അള്ളാഹുവെ കൂടാതെ അവർക്കൊരു രക്ഷകനെയോ സഹായിയെയോ കണ്ടെത്താനാവില്ല. മനുഷ്യരെ, നിങ്ങളുടെ നാഥങ്കൽ നിന്നുള്ള ന്യായപ്രമാണം നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു. എല്ലാം വ്യക്തമായി തെളിയിച്ചു കാണിക്കുന്ന പ്രകാശം നാം ഇതാ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. അതിനാൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനെ മുറുകെ പിടിക്കുകയും ചെയ്തവരെ തന്റെ കാരുണ്യത്തിലും അനുഗ്രഹത്തിലും അവൻ പ്രവേശിപ്പിക്കും. അവരെ തന്നിലേക്ക് നേർവഴിയിലൂടെ നയിക്കുകയും ചെയ്യും. അവർ നിന്നോട് വിധി തേടുന്നു. പറയുക, കലാലത്തിന്റെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്കിതാ വിധി നൽകുന്നു. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് മക്കളില്ല, ഒരു സഹോദരിയുണ്ട്. എങ്കിൽ അയാൾ വിട്ടേച്ചു പോയ സ്വത്തിൽ പാതി അവൾക്കുള്ളതാണ്. അവൾക്ക് മക്കളില്ലെങ്കിൽ അവളുടെ അനന്തര സ്വത്ത് അയാൾക്കുള്ളതുമാണ്. 2 സഹോദരിമാരാണുള്ളതെങ്കിൽ സഹോദരൻ വിട്ടേച്ചു പോയ സ്വത്തിന്റെ 2/3 അവർക്കായിരിക്കും. സഹോദരന്മാരും സഹോദരിമാരുമാണുള്ളതെങ്കിൽ ആണിന് 2 പെണ്ണിന്റെ ഓഹരിയാണുണ്ടാവുക. നിങ്ങൾക്ക് പിഴവ് പറ്റാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അള്ളാഹു ഇതൊക്കെ ഇவ்விധം വിവരിച്ചു തരുന്നത്. അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായി അറിയുന്നവനാണ്.